പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞതോടെ വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് 5 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം എന്ന UDF അവകാശവാദം യാഥാർത്ഥ്യമാകണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഭൂരിപക്ഷം 5 ലക്ഷത്തിന് മുകളിൽ കടക്കണമെങ്കിൽ പോൾ ചെയ്തതിന്റെ 70% മുകളിൽ വോട്ട് പ്രിയങ്കയ്ക്ക് ലഭിക്കണം. LDFന്റെയും BJPയുടെയും വോട്ട് വിഹിതം കുത്തനെ ഇടിയുകയും വേണം. വയനാടിന്റെ ചരിത്രത്തിൽ കോൺഗ്രസിന് ഏറ്റവും കൂടിയ വോട്ട് വിഹിതം ലഭിച്ചത് 2019 അന്ന് രാഹുൽ ഗാന്ധിക്ക് ആകെ പോൾ ചെയ്തതിന്റെ 64.94% വോട്ട് ലഭിച്ചു. ഭൂരിപക്ഷം 4.31 ലക്ഷം എന്ന റെക്കോർഡ് കടക്കുകയും ചെയ്തു. അന്ന് ഇടതുപക്ഷത്തിന് ലഭിച്ചത് 25.24% വോട്ടാണ്. BJPക്ക് ലഭിച്ചത് 7.25%. അതേ രീതിയിൽ വോട്ട് വിഹിതം വിഭജിച്ചാൽ പ്രിയങ്കയ്ക്ക് ലഭിക്കാവുന്ന ഭൂരിപക്ഷം 3.78 ലക്ഷമാണ്. 4 ലക്ഷം എന്ന കടമ്പ കടക്കണമെങ്കിൽ തന്നെ 2019 മറികടക്കുന്ന രീതിയിൽ വോട്ട് വിഹിതം നേടണമെന്ന് ചുരുക്കം. ഇത്തവണ വയനാട്ടിൽ ആകെ പോൾ ചെയ്തത് 9,52,543 വോട്ടാണ്. പൊതു തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 1,32,000 വോട്ടുകളുടെ കുറവ്. 2024 ആവർത്തിച്ചാൽ പ്രിയങ്ക രാഹുലിനു പിന്നിലാകും. 8 മാസം മുൻപ് നടന്ന പൊതു തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് രീതി അതേപടി ആവർത്തിച്ചാൽ അന്ന് രാഹുലിന് ലഭിച്ച ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ഇത്തവണ ഉണ്ടാകില്ല. ആകെ വോട്ടിൽ വൻ കുറവ് വന്നത് തന്നെ കാരണം. ഏപ്രിലിൽ രാഹുൽ ഗാന്ധിക്ക് 59.69%, ആനി രാജയ്ക്ക് 26.09%, കെ സുരേന്ദ്രന് 13% വോട്ട് വിഹിതമാണ് ലഭിച്ചത്. വോട്ട് വിഹിതം അതേപടി ആവർത്തിച്ചാൽ പ്രിയങ്കയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഭൂരിപക്ഷം 3.2 ലക്ഷം. രാഹുലിന് 3.6 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 3 മുന്നണികളും വ്യത്യസ്ത ലക്ഷ്യം കുറിച്ചാണ് തിരഞ്ഞെടുപ്പിനിറങ്ങിയത്. 5 ലക്ഷം ഭൂരിപക്ഷമായിരുന്നു UDFന്റെ ഉന്നം. മണ്ഡലത്തിൽ LDF ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് 2014 സത്യൻ മൊകേരി മത്സരിച്ചപ്പോഴാണ്. ആകെ വോട്ട് 3 ലക്ഷത്തിന് മുകളിൽ പോയ അന്നത്തെ പ്രകടനം ആവർത്തിക്കുക എന്നതായിരുന്നു ഇടതു മുന്നണിയുടെ ലക്ഷ്യം. കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയ 1,41,000 വോട്ട് മറികടക്കുകയായിരുന്നു BJP ലക്ഷ്യം. പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ കണക്കുകൂട്ടലെല്ലാം പാളിയോ എന്ന ആശങ്ക 3 ക്യാമ്പുകളിലുമുണ്ട്. ഏപ്രിലിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ മാത്രം കുറഞ്ഞത് 55,953 വോട്ടാണ്. നിലമ്പൂരിൽ 20,988, വണ്ടൂരിൽ 20,016, ഏറനാട് 14,949 വോട്ടുകൾ വീതമാണ് കുറഞ്ഞത്. കഴിഞ്ഞ തവണ ഈ 3 മണ്ഡലങ്ങളിൽ നിന്നായി 1,82,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത്. ഇത്തവണ 2 ലക്ഷത്തിന് മുകളിലായിരുന്നു UDF പ്രതീക്ഷ. പോളിംഗ് കുറഞ്ഞതോടെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷമെങ്കിലും ലഭിച്ചാൽ മതിയായിരുന്നു എന്ന രീതിയിലേക്ക് UDF മനസ്സൊരുക്കിയിട്ടുണ്ട്. മുന്നണികളുടെ പ്രതീക്ഷയും കണക്കുകൂട്ടലുകളും നോക്കാം. UDF ഇടതു കേന്ദ്രങ്ങളിലെ തണുപ്പൻ മട്ടാണ് പോളിംഗ് കുറയാൻ കാരണമെന്ന നിഗമനത്തിലാണ് UDF. ഇതര ജില്ലകളിലും സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്നവർ വോട്ട് ചെയ്യാൻ എത്താത്തതും കുറവിനു കാരണമായി. പ്രിയങ്കയ്ക്ക് 5 ലക്ഷം ഭൂരിപക്ഷം എന്ന പ്രചാരണം പ്രവർത്തകരിൽ നിസ്സംഗത ഉണ്ടാക്കിയതായി സംശയിക്കുന്നു. തങ്ങൾ എത്തിയില്ലെങ്കിലും UDFന് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന ഉദാസീനത ഒരു ചെറിയ വിഭാഗത്തിലെങ്കിലും ഉടലെടുക്കാൻ കാരണമായതായും UDF ആശങ്കപ്പെടുന്നു. രാഹുൽ ഗാന്ധി 2019 നേടിയ ഭൂരിപക്ഷം പ്രിയങ്ക മറികടക്കുമെന്ന് തന്നെയാണ് എന്നാലും UDF ക്യാമ്പിലെ കണക്കുകൂട്ടൽ. 4 ലക്ഷത്തിന് മുകളിൽ ഉറപ്പായും ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. ഇനി LDF പ്രതീക്ഷ നോക്കാം. ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ച കോൺഗ്രസിനോടുള്ള മടുപ്പാണ് പോളിംഗ് കുറയാൻ കാരണമായത് എന്ന നിഗമനത്തിലാണ് ഇടതുപക്ഷം. പ്രിയങ്കയ്ക്ക് വൻ ഭൂരിപക്ഷം എന്ന പ്രചാരണം UDF വോട്ടർമാർക്കിടയിൽ തന്നെ മടുപ്പുളവാക്കി. മണ്ഡലത്തിലെ വികസന മുരടിപ്പിനോട് ജനം പ്രതികരിച്ചതും പോളിംഗ് കുറയാൻ കാരണമായി. 3 ലക്ഷത്തിന് മുകളിൽ വോട്ട് ലഭിക്കുമെന്നാണ് LDF പ്രതീക്ഷ. പ്രിയങ്കയുടെ ഭൂരിപക്ഷം 3 ലക്ഷത്തിന് താഴെ വരെയാകാം. രാഹുൽ ഗാന്ധിക്ക് 2019 ലഭിച്ച ഭൂരിപക്ഷം ഒരു കാരണവശാലും മറികടക്കില്ല. UDFനോടും LDFനോടുമുള്ള മടുപ്പ് പോളിംഗ് കുറയാൻ കാരണമായതായി BJP വിലയിരുത്തുന്നു. മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒരു വിഭാഗത്തെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചു. കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ വോട്ട് ലഭിക്കുമെന്നും BJP പ്രതീക്ഷിക്കുന്നു. 1 ലക്ഷത്തിൽ കുറയാത്ത വോട്ട് ഉറപ്പായും BJP കണക്കുകൂട്ടുന്നു.